അസിസി കമ്മ്യൂണിക്കേഷൻസിൻ്റെ കഴിഞ്ഞ നാടകങ്ങളിൽ നമ്മോടൊപ്പം നമ്മുടെ ഒരു ഭാഗമായി പ്രവർത്തിച്ച് ആകസ്മികമായി നിത്യതയിലേക്ക് വിളിക്കപ്പെട്ട അനുഗ്രഹീത കലാകാരന്മാരായ ശ്രീ വെൺകുളം മധു, ശ്രീ ബാബു തോമസ് എന്നിവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളിലും ചിന്തകളിലും ഇരുവരും എപ്പോഴും ഉണ്ടാകും. ഈ നാടകം അവതരിപ്പിക്കുവാൻ അവസരം തന്ന ഇടവക വികാരി ബഹുമാനപ്പെട്ട അനുരാജ് അച്ഛനും ഇടവക കൗൺസിലിനും പ്രാർത്ഥനയോടെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു വിശുദ്ധ മരിയ ഗൊരേത്തി. അലക്സാണ്ടർ, അലക്സാണ്ടർ, മരിയ, മരിയ ഗൊരേത്തി, മരിയ. ശാന്തനാകൂ, ശാന്തനാകൂ അലക്സാണ്ടർ. ഭയപ്പെടേണ്ട. നിന്നെ ഉപദ്രവിക്കാനല്ല, നിന്നെ ആശ്വസിപ്പിക്കാനാണ് ഞാൻ വന്നത്. നീ ചെയ്ത തെറ്റിനെ ഓർത്ത് നിന്റെ മനസ്സ് പശ്ചാത്താപത്തിൻ്റെ വിങ്ങലിലാണെന്ന് ഞാൻ അറിയുന്നു. ശാന്തനാകൂ. ഇപ്പോൾ നീ എൻ്റെ മിത്രമാണ്. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഈ ലില്ലിപ്പൂക്കൾ നിനക്കുള്ളതാണ്. ഞാൻ കൊടും ഭാവിയാണ്. മരിയയോട്, കുഞ്ഞാറ്റയോട് ചെയ്ത ക്രൂരത ക്ഷമിച്ച് എന്നെ കാണാൻ, ആശ്വസിപ്പിക്കാൻ ലില്ലിപ്പൂക്കളുമായി വന്നു. എനിക്ക് ലില്ലിപ്പൂക്കൾ സമ്മാനിച്ചു. ആ പൂക്കൾ പോലും കരിഞ്ഞുപോയി. എന്റെ കരസ്പർശമേറ്റ പൂക്കൾ കഴിഞ്ഞുപോയി. കർത്താവേ, ഞാൻ പാപിയാണ്. എനിക്കിനി മോചനമില്ല. മരണമാണ് എനിക്കിനി ആശ്വാസം. മരണം, 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 മരണം. പ്രിയരെ, 20-ാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധ എന്നറിയപ്പെടുന്ന വിശുദ്ധ ആഗ്നസ് അഥവാ വിശുദ്ധ മരിയ ഗൊരേത്തി എക്കാലവും ശുദ്ധത എന്ന പുണ്യത്തെ മുറുകെ പിടിച്ച് 1902 ജൂലൈ 6-ാം തീയതി 12-ാം വയസ്സിൽ രക്തസാക്ഷിത്വം വരിച്ച് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഇറ്റലിയിൽ കൊറിനാൾഡോ എന്ന ഗ്രാമത്തിൽ ലൂയിജിയുടെയും അസുന്തായുടെയും 7 മക്കളിൽ 3-ാമത്തെ മകളായി 1890 ഒക്ടോബർ 16-ാം തീയതി ജനിച്ചു. പരമ്പരാഗത കൃഷിക്കാരായിരുന്ന മരിയയുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതിനാൽ ഭൂമിയെല്ലാം വിറ്റ് കൃഷിപ്പണി ചെയ്ത് കിട്ടുന്ന കൂലി ജീവിതത്തെ മുന്നോട്ട് നയിച്ചു. അഗാധമായ ദൈവവിശ്വാസവും സ്നേഹവും പങ്കുവച്ച് കഷ്ടതയിലും അവർ സന്തോഷമായി ജീവിച്ച് ജീവിത മാതൃകയായി. ആ വിശുദ്ധയുടെ ജീവിതത്തിലേക്ക് ഒരെത്തിനോട്ടം. നിങ്ങളുടെ ശ്രദ്ധയും പ്രോത്സാഹനവും പ്രതീക്ഷിച്ച് ഞങ്ങൾ ആരംഭിക്കുന്നു വിശുദ്ധ മരിയ ഗൊരേത്തി. കാഞ്ഞിരകുളം വിശുദ്ധ ഫ്രാൻസിസ് അസിസി ദൈവാലയ തിരുനാളിനോടനുബന്ധിച്ച് മതബോധന വിദ്യാർത്ഥികളും KCOM ഇടവക അംഗങ്ങളും സംയുക്തമായി അവതരിപ്പിക്കുന്ന നാടകം വിശുദ്ധ മരിയ ഗൊരേത്തി. നാടകരചന, സംവിധാനം K. സത്യദാസ്,
കാഞ്ഞിരംകുളം. കണ്ടില്ലേ അമ്മേ, ഈ കുപ്പായവും കീറി. മറ്റു കുട്ടികൾ നല്ല കുപ്പായങ്ങൾ അണിഞ്ഞു വരുമ്പോൾ ഞാനും ആഗ്രഹിക്കാറുണ്ട് ഇതുപോലെ എനിക്കും ഉണ്ടായിരുന്നെങ്കിലെന്ന്. മോനെ ആഞ്ചലോ, നീ ഇങ്ങ് വന്നേ. മോനെ, നമ്മുടെ കുടുംബത്തിൻ്റെ സ്ഥിതി അറിയാലോ. ഉള്ളതെല്ലാം വെറ്റുപറക്കിയാണ് നമ്മൾ ഇവിടെ വന്ന് താമസം ആരംഭിച്ചത്. ഇപ്പോൾ ഞാനും അമ്മയും കൂലിക്കാണ് കൃഷിപ്പണികൾ ചെയ്യുന്നത്. മോൻ പാടത്ത് വന്ന് നമ്മെ സഹായിക്കുന്നില്ല എന്നല്ല അപ്പൻ പറയുന്നത്. ആഞ്ചലോ, നീ ഇവരുടെ എല്ലാം മൂത്തതല്ലേ? കുറച്ചൊക്കെ ചിന്തിക്കാനുള്ള പ്രായവുമായി. നിങ്ങൾ 6 പേരുടെയും വിശപ്പടക്കാൻ നിങ്ങളുടെ അപ്പൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. ഒരുപാട് സങ്കടം വരുമ്പോൾ ആ ക്രൂശിത രൂപത്തെ നോക്കി മനസ്സുരുകി പ്രാർത്ഥിക്കും. അപ്പോൾ ഒരാശ്വാസം കിട്ടും. കരയല്ലേ അമ്മേ. ക്ഷമിക്കമ്മേ, അപ്പനെയും അമ്മയെയും വിഷമിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. പുറത്തിറങ്ങുമ്പോൾ കൂട്ടുകാരനെ കളിയാക്കും. അപ്പോൾ എനിക്ക് സങ്കടം തോന്നും. അതുകൊണ്ട് പറഞ്ഞു പോയതാ. അസുന്ദ, നാളെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ ഡ്രസ്സ് എടുത്തു കൊടുക്ക്. പറമ്പ് വാങ്ങാൻ വെച്ചിരുന്ന കാശല്ലേ ഇത്? ഇതെടുത്ത് ചിലവാക്കിയാൽ. വേണ്ടപ്പാ, നമുക്ക് നല്ല കാലം വരുമ്പോൾ നല്ല ഉടുപ്പുകൾ വാങ്ങാം. അമ്മേ, ആ കാശ് അപ്പൻ്റെ കയ്യിൽ കൊടുത്തേ. നിങ്ങളെയൊക്കെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ വേദന ഞങ്ങൾക്കുണ്ട്. അമ്മ മാതാവ് അതിനുള്ള ഭാഗ്യവും തരും. നിന്റെ കഷ്ടതയുടെ കാലത്ത് നീ എന്നോട് നിലവിളിക്കുക, ഞാൻ നിന്നെ രക്ഷിക്കും. നീ എന്നേക്കും എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും.
ജുവാനിയോ? വരണം ചങ്ങാതി, ഇരിക്കേ. മോളെ മരിയാറ്റെ, ഇത് കൊണ്ടുപോയി അകത്ത് വയ്ക്കേ. എല്ലാവരും വളരെ ഗൗരവമായ കാര്യം ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നല്ലോ. ഞാൻ വന്നത് തടസ്സമായോ? ഇല്ല ജുവാനി. ആ, എന്നാൽ ഞാൻ വന്ന കാര്യം പറയാം. ഫെറീറിയയിൽ നമ്മൾ രണ്ടാളും കണ്ട കൃഷിസ്ഥലത്തിൻ്റെ ഉടമസ്ഥനെ കണ്ടിട്ടാണ് എൻ്റെ ഇങ്ങോട്ടുള്ള വരവ്. നമ്മൾ പറഞ്ഞ തുകയ്ക്ക് അയാൾ സമ്മതിച്ചെന്നേ. പിന്നെ നമ്മൾ തീരുമാനിച്ചതുപോലെ കാശ് കൊടുത്താൽ മതി. ബാക്കി കാശ് മാസാമാസം കൊടുത്താൽ മതി. എൻ്റെ മാതാവേ, ദൈവം കാത്തു. താമസ സ്ഥലത്തിൻ്റെ കാര്യത്തിലും പേടിക്കണ്ട. ചെറിയ വീടാണെങ്കിലും 2 നിലയുണ്ട്. അല്ലേലും നമ്മൾ പങ്ക് കൃഷിക്കാരാണല്ലോ. വീടും അങ്ങനെ ആകുന്നതിൽ എന്തെങ്കിലും. കുറെ സ്ഥലങ്ങളും വീടുകളും നോക്കിയതല്ലേ. ഇത് 2 നിലകളുണ്ടല്ലോ. 2 നിലകളുണ്ടെങ്കിലും താഴത്തെ നില താമസയോഗ്യമല്ല. അവിടെ വൈക്കോലും കൃഷി ആയുധങ്ങളും കന്നുകാലികളെയും സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അവിടെ താമസിക്കാൻ കൊള്ളില്ല. ഞാനും ജുവാനിയും നോക്കിയ വീടുകളിൽ ഒരു വീട് ഇതാണ്. മുകളിൽ താമസിക്കാൻ 2 മുറികളും മധ്യഭാഗത്തായി അടുക്കളയുമുണ്ടല്ലോ. 2 കൂട്ടർക്കും താമസിക്കാൻ നല്ല സൗകര്യം. ആ, അപ്പോൾ ഞാൻ നാളെ തന്നെ വന്ന് വേണ്ടതുപോലെ ചെയ്യാം. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ആ. ആ. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടൊള്ളണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. അമ്മ എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞ് ഉപദേശങ്ങൾ തരാറുണ്ടല്ലോ. അതെല്ലാം ഞങ്ങൾക്ക് മനഃപ്പാടവുമാണ്. ഇന്ന് വേണ്ടമ്മേ, നല്ല ക്ഷീണം. ഇന്നത്തെ പാടത്തെ ജോലി, ഹോ, വല്ലാത്ത വെയിലും. വയ്യ അമ്മേ, ഞാൻ കിടന്നോട്ടെ. നിൽക്കുമോനെ, ഇത് കേട്ടിട്ട് പോയാ മതി. നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥലത്താണ് താമസിക്കുന്നതെന്ന് ഓർക്കണം. എൻ്റെ മക്കൾ വിശുദ്ധിയിൽ വളരണമെന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. നാം മാത്രമല്ല ഈ വീട്ടിൽ താമസിക്കുന്നതെന്നുള്ളത് ശ്രദ്ധിച്ചേ മതിയാകൂ. ജുവാനിയുടെ മകൻ അലക്സാണ്ടറിന്റെ സ്വഭാവം അത്ര നല്ലതല്ലെന്നാണ് വയലിൽ കൂടെ പണി ചെയ്യുന്ന സ്ത്രീകൾ പറഞ്ഞു കേട്ടത്. അതിനെന്താ അമ്മേ, നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ? അല്ല മോനെ, മരിയയും ഇളയ കുട്ടികളും മാത്രമേ വീട്ടിലുണ്ടാകൂ. നമ്മുടെ ഗതികേട് കൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തത്. അലക്സാണ്ടറുമായുള്ള കൂട്ട് വേണ്ട. ശരി അമ്മേ. എന്നാൽ മോൻ പോയി കിടന്നു. മോളെ, വിശുദ്ധിയുടെ അതിർവരമ്പുകൾ ലംഘിക്കാനുള്ള സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. ശരീരം വേണ്ട വിധം മറയ്ക്കാൻ നാം ശ്രദ്ധിക്കണം. നമ്മുടെ വസ്ത്രധാരണം ശരീരഭാഗങ്ങൾ കാണിക്കത്തക്ക രീതിയിലാകരുത്. നമ്മുടെ ശരീരം പ്രദർശന വസ്തുവല്ല എന്ന ചിന്ത എപ്പോഴും വേണം. ഓരോ പെൺകുട്ടികളുടെയും വസ്ത്രധാരണം കാണുമ്പോൾ എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു അമ്മേ. അവർ മനഃപൂർവ്വം ശരീരഭാഗങ്ങൾ കാണിക്കാൻ ശ്രമിക്കാറുണ്ട്, അതും ആൺകുട്ടികളുടെ മുന്നിൽ. എനിക്കവരുടെ കൂട്ട് വേണ്ട. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, വെള്ളം എടുക്കാൻ പോകുന്ന കിണറ്റിലെ വെള്ളം വറ്റിയിരുന്നെങ്കിലെന്ന്. അതെന്താ മരിയമോളെ നീ ഇങ്ങനെ പറയുന്നത്? അവിടെ വെള്ളം കോരാൻ വരുന്നവരുടെ സംഭാഷണം എത്ര അശുദ്ധമാണ്.
പെണ്ണുങ്ങൾ കാണിക്കുന്ന ഓരോ വികൃതിത്തരങ്ങൾ. ഇനി ആരുമില്ലാത്തപ്പോഴേ ഞാൻ വെള്ളം കോരാൻ പോകൂ. നിന്നിലെ നിഷ്കളങ്കത ഈ അമ്മ മനസ്സിലാക്കുന്നു മോളെ. അശ്ലീല ഭാഷണങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നതും വിശുദ്ധിയെ കളങ്കപ്പെടുത്തും. അശുദ്ധിയോടെ ജീവിക്കുന്നതിനേക്കാൾ വിശുദ്ധിയെ സംരക്ഷിക്കേണ്ടതിന് മരിക്കേണ്ടി വന്നാലും അതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഒന്നു ചിരിച്ച് കണ്ണിറുക്കി കാട്ടിയാൽ എന്താ? കൊഞ്ചിക്കൊഴഞ്ഞ് അടുത്തിരുന്നാൽ എന്താ? ബൈക്കിൽ കറങ്ങാനായില്ലേ? ഐസ്ക്രീം നുകരാനായില്ലേ? വില കൂടിയ ഡ്രസ്സുകൾ വാങ്ങിത്തന്നില്ലേ? എന്നിങ്ങനെ ആനുകൂല്യങ്ങൾ ആൺകുട്ടികളിൽ നിന്ന് കൈപ്പറ്റുന്നത് നിസ്സാരമായി തമാശയായി കരുതുന്ന ഇന്നത്തെ കാലത്ത് പാപപ്രകടനങ്ങളാലോ ചേഷ്ടകളാലോ വിശുദ്ധിയുടെ അതിർവരമ്പുകൾ ലംഘിക്കരുതെന്ന് താക്കീത് ചെയ്യുന്ന അസൂന്ത ഇന്നത്തെ അമ്മമാർക്ക് ഒരു മാതൃക തന്നെയാണ്. അതുപോലെ അഴകിനെയും ശാലീനതയെയും കാണും മാദകത്വത്തെയും സ്വാതന്ത്ര്യത്തെയും പ്രകടിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് പ്രകടനപരതയുടെ പ്രതീകങ്ങളാകാൻ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന പ്രായത്തിൽ ശരീരം പരമാവധി ആച്ഛാദനം ചെയ്ത് ജീവിച്ച മരിയ ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഉത്തമ മാതൃകയാണ്. ലൂയിജിക്കും കുടുംബത്തിനും കൃഷിസ്ഥലവും വീടും ഞാൻ തരപ്പെടുത്തി കൊടുത്തു. എല്ലാറ്റിനും സഹായിച്ച് എന്നോട് നന്ദിയില്ലാതെ അവൻ കണക്ക് പറയുന്നു. എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ പണിയെടുക്കും. പക്ഷെ എനിക്ക് കിട്ടേണ്ട വിധം കൃത്യമായും കിട്ടണം. ഇല്ലേ ഞാനങ്ങ് വാങ്ങും. ഈ ജുവാനി അവൻ അറിയില്ല. അവന് എന്നെ അറിയില്ല. അലക്സാണ്ടർ, നിൽക്കവിടെ. നീ എവിടെ ആയിരുന്നു ഇതുവരെ? നേരെ എത്രയായെന്ന് നിനക്കറിയാമോ? നേരം എത്രയെങ്കിലും ആവട്ടെ, ഞാൻ ഇഷ്ടമുള്ളപ്പോൾ വരും, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും. നിങ്ങൾ ആരാ ചോദിക്കാൻ? നശിച്ചവനെ, ഞാൻ നിന്റെ അപ്പനല്ലേടാ. ഒരപ്പൻ ജനിച്ചതിന് ശേഷം എനിക്ക് എന്നാ തന്നു? നല്ല വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ വാങ്ങി തന്നു. ഒരു നല്ല സൈക്കിൾ എനിക്കില്ല. അതിനും കൂട്ടുകാരോട് ഞാൻ തിണ്ടണം. ആഹാരമാണെങ്കിലോ വെറും കഞ്ഞിയും പയറും. മദ്യപിക്കാൻ കാശുണ്ടല്ലോ, എനിക്ക് ആവശ്യമുള്ളത് വാങ്ങി തന്നാൽ എന്താ? ആ കൊച്ചു കേൾക്കും. ആ കൊച്ചു മരിയാറ്റ എന്തെല്ലാം ജോലി ചെയ്യുന്നു എന്ന് അറിയുന്നു നിനക്ക്? ഇളയ കുട്ടികളെ പരിചരിക്കുന്നു, ആഹാരം പാചകം ചെയ്യുന്നു, നമ്മുടെ വസ്ത്രങ്ങൾ അലക്കുന്നു, നമ്മൾ കഴിച്ച പാത്രങ്ങൾ കഴുകുന്നു, ആവശ്യമുള്ളപ്പോൾ വെള്ളം ദൂരെ പോയി കോരിക്കൊണ്ടുവരുന്നു. അവളുടെ മൂത്തവൻ ആഞ്ചലോ തന്തയും തള്ളയോടൊപ്പം വയലിൽ പണിയെടുക്കുന്നു. എന്ത് നല്ല കുട്ടികൾ! അവർ നല്ല അപ്പനും അമ്മയ്ക്കും ജനിച്ചതുകൊണ്ട് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അപ്പൻ ജോലിക്കൊന്നും പോകാതെ കള്ളം കുടിച്ച് കവലയിൽ അടിയുണ്ടാക്കി നടക്കുന്നു. എത്ര പ്രാവശ്യം ജയിലിൽ പോയി. സ്നേഹമെന്തെന്ന് അപ്പൻ എന്നെയും ചേട്ടനെയും പഠിപ്പിച്ചിട്ടുണ്ടോ? പെരുമാറിയിട്ടുണ്ടോ? അപ്പൻ സഹിക്കാൻ വയ്യാതെ ചേട്ടൻ എങ്ങോട്ടോ പോയി. അവൻ എവിടെയാണെന്ന് അപ്പനൊന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഒരപ്പൻ വന്നിരിക്കുന്നു ശാസിക്കാൻ. നമ്മുടെ മക്കളെ
വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. മോളെ മരിയാട്ടെ, ആ ക്രൂശിതനായ ഈശോയെ ഇങ്ങെടുത്ത് എന്റെ കുഞ്ഞുമക്കൾ, അവർക്ക് ആശ്രയമായ ആരുമില്ല. അങ്ങെന്നെ സ്വീകരിക്കുമ്പോൾ അവർ എങ്ങോട്ട് പോകും? മോനെ ആഞ്ചലോ, അപ്പന് നിങ്ങളോടൊപ്പമുള്ള ജീവിതം അവസാനിക്കാറായി. എന്റെ മക്കൾക്ക് വേണ്ടി ഒന്നും കരുതാൻ എനിക്കായില്ല. ഇനി നീയാണെല്ലാം നോക്കേണ്ടത്. അമ്മയെയും കൂടപ്പിറപ്പുകളെയും നല്ലോണം നോക്കണം. അപ്പയ്ക്ക് ഞങ്ങളെ വിട്ടുപോകാനാവില്ല. ഞങ്ങളെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ ഞങ്ങൾക്കും അപ്പനോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ആഞ്ചലോ, അപ്പ, എന്റെ മരിയാറ്റയുടെ ആദ്യ കുർബാന സ്വീകരണത്തിന് നീ ഒപ്പമുണ്ടാകണം. മരിയാറ്റേ, മോളുടെ ആദ്യ കുർബാന സ്വീകരണത്തിന് അപ്പനുണ്ടാവണമെന്ന് മോൾ ആഗ്രഹിച്ചതല്ലേ? അപ്പന്റെ മനസ്സ് ഒപ്പമുണ്ടാകും. വെളുത്ത ഉടുപ്പണിഞ്ഞ് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് ഞാൻ കാണും. അസുന്ദ, ആ പെട്ടിക്കുള്ളിൽ കുറെ കാശ് ഇരിപ്പുണ്ട്. അതെടുത്ത് എന്റെ മരിയാറ്റയ്ക്ക് ആദ്യ കുർബാന സ്വീകരണത്തിനുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കണം. ഈ അപ്പനില്ലാത്തതിന്റെ ഒരു കുറവും ഉണ്ടാകരുത്. എന്റെ കുഞ്ഞാറ്റേ, ആഞ്ചലോ, എന്റെ കുഞ്ഞു മക്കളെ, എന്റെ ഈശോയെ,
കുഞ്ഞാറ്റയുടെ ആദ്യ കുർബാന സ്വീകരണം വരെയെങ്കിലും അവളോടൊപ്പം ആയിരിക്കുവാൻ അനുവദിക്കണമേ. ഇല്ല, എനിക്ക് പോകാനുള്ള സമയമായതുപോലെ. മക്കളെ, മരിയാറ്റേ, ആഞ്ചലോ, അസുന്ദ, സ്വർഗീയ കാഹളം ചെവിയിൽ മുഴങ്ങുന്നു. അതാ അതാ മാലാഖമാർ എന്നെ സ്വീകരിക്കാനായി വരുന്നു. അസുന്ദ, എന്റെ മക്കൾ, എന്റെ മക്കൾ. അപ്പയ്ക്കൊന്നുമില്ല. ഈശോയെ, എന്റെ മക്കളെ കാത്തുകൊള്ളണേ. വിദൂരവും അപരിചിതവുമായ സ്ഥലത്ത് തൻ്റെ കുടുംബത്തെ പോറ്റാൻ പകലെന്നോ രാത്രിയെന്നോ നോക്കാതെ അധ്വാനിച്ചിരുന്ന ലൂയിജി 1900 മെയ് 6 മലേറിയ ബാധിച്ച് മരിച്ചു. പറക്കമുറ്റാത്ത തൻ്റെ മക്കളെ ഓർത്ത് അസൂന്ത തളർന്നുപോയി. വളരെ ചെറുപ്പത്തിലെ അനാഥയായി തീർന്ന അവൾ ലൂയിജി എന്ന സ്നേഹപൂർണനും കരുത്തനുമായ ചെറുപ്പക്കാരനിലൂടെ സനാഥയായി തീർന്നു. അസൂന്ത ലൂയിജിയുടെ മരണത്തോടെ വീണ്ടും അനാഥത്വത്തിലേക്ക്. 4 മൈൽ അകലെയുള്ള ഫെറീറിയയിലെ ദേവാലയത്തിൽ ലൂയിജിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഒരു അഗ്നിപർവ്വതം പോലെ ഉരുകിത്തിളയ്ക്കുന്ന വേദന ഉള്ളിലൊതുക്കി തൻ്റെ മക്കൾക്ക് വേണ്ടി വീണ്ടും പാടത്തിറങ്ങി പകലന്തിയോളം പണി തുടർന്നു. സ്നേഹിച്ചു തീരാത്ത യാത്ര, മോഹങ്ങൾ തീരാത്ത യാത്ര, വിരഹം വിതുമ്പുന്ന കണ്ണീർ വഴികളിൽ ജീവിതമൊരു ശോകയാത്ര. അതു തീരുവാൻ വെറുമൊരു മാത്ര. സ്നേഹിച്ചു തീരാത്ത യാത്ര. വിധിയുടെ വേദാന്തമറിയാതെ തേങ്ങുന്ന വേനൽക്കിനാവുകളല്ലേ നമ്മൾ വേർപെട്ടു പോകേണ്ടോരല്ലേ. സങ്കടപ്പെരുമഴ തോരാതെ പെയ്യുമ്പോൾ സാന്ത്വനമൊരു പാടുദൂരെ. സങ്കടപ്പെരുമഴ തോരാതെ പെയ്യുമ്പോൾ സാന്ത്വനമൊരു പാടുദൂരെ. സൗമ്യ ഭാവങ്ങളതിലേറെ ദൂരെ. സ്നേഹിച്ചു തീരാത്ത യാത്ര.
അപരാധം ചെയ്യാതെ സങ്കടച്ചുഴികളിൽ ആത്മാവ് തേങ്ങുന്നു നിത്യം. ആരും അറിയാതെ കേഴുന്നു നിത്യം. കാരുണ്യമില്ലാത്ത കപട സമൂഹത്തിൻ കൂരമ്പു കൊള്ളുന്ന നേരം. കാരുണ്യമില്ലാത്ത കപട സമൂഹത്തിൻ കൂരമ്പു കൊള്ളുന്ന നേരം. 100 സ്വപ്നങ്ങൾക്കിതു ശോകകാലം. സ്നേഹിച്ചു തീരാത്ത യാത്ര. അപ്പൻ്റെ കബറിടത്തെ പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നു നിന്റെ മനോവേദന. എൻ്റെ അപ്പന് വേണ്ടി ജപമാല ചൊല്ലുകയാണ് അമ്മ. അപ്പന് വേണ്ടി ഇതെല്ലാം അമ്മ എനിക്ക് ചെയ്യാനാകും. അപ്പൻ നമ്മെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് അപ്പൻ ഇല്ലാതായപ്പോഴാണ് അമ്മ മനസ്സിലായത്. അമ്മേ, എൻ്റെ ആദ്യ കുർബാന സമയത്ത് എൻ്റെ അരികിൽ ആര് നിൽക്കും? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടതും ഞാൻ ആഗ്രഹിച്ചതും എൻ്റെ ആദ്യ കുർബാന സ്വീകരണമാണ്. അപ്പനും ആ സുദിനത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആശിച്ചു പോയി. അതിനു മുന്നേ എൻ്റെ അപ്പൻ കരയല്ലേ മോളെ. നിന്റെ ആദ്യ കുർബാന സ്വീകരണം അപ്പന് സമർപ്പിച്ചുകൊണ്ട് അപ്പൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതല്ലേ നമുക്ക് ചെയ്യാനാകൂ. എന്താ അമ്മേ, നിങ്ങൾ രണ്ടുപേരും ഉറങ്ങുന്നില്ലേ? മരിയയുടെ ആദ്യ കുർബാന സ്വീകരണത്തെക്കുറിച്ച് പറയുകയായിരുന്നു. അന്ന് തന്നെ ആഞ്ചലോയുടെ ആദ്യ കുർബാന സ്വീകരണം നടത്തണം. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ച പ്രാർത്ഥനകൾ നല്ല മനഃപ്പാടമാക്കണം. അനുസരണം, വിശുദ്ധി, ക്ഷമ, ആശയടക്കം തുടങ്ങിയ ദൈവീക ഗുണങ്ങൾ എൻ്റെ എല്ലാ മക്കൾക്കും ഉണ്ടാകണം. ജീവിത വിശുദ്ധിയാണ് ലോകത്തിൽ എന്തിനേയും കാൾ വിലയേറിയത്. ആ അമ്മേ, ഞങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അമ്മ ഇതൊക്കെയല്ലേ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. എല്ലാം നല്ല ഓർമ്മയുണ്ട്. കൂടാതെ എല്ലാ വിശുദ്ധരുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു തന്നതും ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. അത് മനഃപ്പാടവുമാണ്. നാളെ ഞായറാഴ്ചയല്ലേ? നാളെയോ? ഇപ്പോൾ നേരം എത്രയായെന്ന വിചാരം? 3 മണി കഴിഞ്ഞു. നേരാണല്ലോ. 4-5 മൈൽ നടന്നാലേ ദേവാലയത്തിലെത്തുകയുള്ളൂ. ദിവ്യബലിയിൽ ആദ്യം മുതലേ പങ്കെടുത്തില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. മരിയ, കുട്ടികളെ ഒന്നൊരുക്കിയേ, ഞാനിപ്പോ വരാം. അതെ അമ്മേ.
മോനെ, ഒരു കപ്പ് വെള്ളം എടുത്തോണ്ട് വന്നേ. എന്തൊരു ചൂടാ, തല പൊട്ടി പിളർക്കുന്നത് പോലെ. എൻ്റെ കർത്താവേ, ഈ കഷ്ടപ്പാടുകൾക്ക് ഒരവസാനമില്ലേ? എത്ര കാലം ഞാനിത് സഹിക്കും? വിളവും മോശം, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ വളർത്തും? ഒരു കാര്യത്തിലും ആകുലപ്പെടേണ്ടതില്ലെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ അമ്മേ? എനിക്കുറപ്പുണ്ട് നമ്മുടെ കർത്താവ് നമ്മെ കൈവിടുകയില്ലെന്ന്. അടുത്ത പ്രാവശ്യം നല്ല വിളവ് നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. എൻ്റെ ഈ കുഞ്ഞു സഹോദരങ്ങൾ അല്പം കൂടി വളർന്നിരുന്നുവെങ്കിൽ ഞാനും കൂടി പാടത്ത് വന്ന് അമ്മയെ സഹായിക്കുമായിരുന്നു. എന്താ അമ്മ ഇത്? ഈ കണ്ണുകളൊന്ന് തോർന്നു കാണാൻ ഇനി എന്നാണ് സാധിക്കുക? എൻ്റെ പൊന്നുമോളെ, നിന്നെ എൻ്റെ മകളായി ഈശോ തന്നത് ഞാൻ ഈശോയോട് നന്ദി പറയുന്നു. ഈ വീട്ടിലെ എല്ലാ ജോലികളും നീ തന്നെയല്ലേ ചെയ്യുന്നത്? കൂടാതെ പറക്കമുറ്റാത്ത ഈ പൈതങ്ങളെ നോക്കുന്നതും അവർക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നതും നീ തന്നെയല്ലേ? അമ്മേ, ഞാൻ അമ്മയിൽ നിന്നൊരു കാര്യം മറച്ചു വെച്ചു. ഭയന്നിട്ടാണ് അമ്മയെ പറയാത്ത. എന്ത് കാര്യമാ മോളെ? അത് അമ്മേ, അലക്സാണ്ടർ ചീത്തയാ. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അടുത്തുകൂടാൻ നോക്കും. മരിയ, വല്ലാത്ത ദാഹം, അല്പം വെള്ളം വേണം. ഇങ്ങനെ അലക്സാണ്ടർ, നീ ചെയ്യുന്നത് പാവമാണ്. പുറത്തു പോകും. പുറത്തു പോകാനോ? അത് കൊള്ളാം. എന്റെ അപ്പനും കൂടി പണമിട്ട ഈ വീട് വാങ്ങിയത്. പിന്നെ പാപവും പുണ്യവും അങ്ങനെയൊന്നില്ല. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാ. ഇവിടെ ആകുമ്പോ ആരും അറിയത്തില്ല. നീയൊരു കൊച്ചു സുന്ദരി തന്നെ. ഞാൻ മോഹിച്ചു പോയി. ഈ ചിത്രം നോക്കിയേ, ആണും പെണ്ണും എങ്ങനെയൊക്കെ നിൽക്കുന്നുവെന്ന്. അലക്സാണ്ടർ, നിന്നോട് പുറത്തു പോകാനാണ് ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ അമ്മയോട് പറയും. പുറത്തു പോ.
നീ ഇതാരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ ഞാൻ നീ നിന്റെ അമ്മയോട് പറഞ്ഞ് എന്റെ അപ്പൻ കിഴവനിത് അറിഞ്ഞാൽ ഈ എല്ലാറ്റിനെയും നിന്റെ അമ്മയെയും ഞാൻ കൊല്ലും. പിന്നെ ഒറ്റ വെട്ടിന് നിന്റെ കഴുത്ത് ഞാൻ അരിയും. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. മോളൊന്നുകൊണ്ടും പേടിക്കണ്ട. ഈശോയും മാതാവും എപ്പോഴും നിന്നോട് കൂടെ ഉണ്ടെന്ന് ഓർക്കണം. കാരണം ആദ്യ കുർബാന സ്വീകരണത്തിന് തയ്യാറാകുന്ന കുട്ടിയാണ് നീ. പാടത്തെ പണി കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മുടെ വികാരി അച്ഛനെ ഞാൻ കണ്ടു. മരിയയുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ ഏതുവരെ ആയെന്ന് ചോദിച്ചു. ജിറാർമാവ് അച്ഛനാണ് അമ്മേ? അതേ മോളെ, അച്ഛനാണ് നിനക്ക് പ്രഥമ ദിവ്യകാരുണ്യം തരുന്നത്. എന്ത് സുന്ദരമായ സുദിനമായിരിക്കും അത്. എന്റെ ഈശോ എന്റെ ഉള്ളിലേക്ക് എഴുന്നള്ളുന്ന നിമിഷം. ഈശോയെ, അങ്ങ് ഒരിക്കലും എന്നിൽ നിന്ന് അകന്നു പോകരുതേ. ഞാൻ അങ്ങിലെത്തുവോളം അങ്ങനെ എന്നിലായിരിക്കണമേ എന്ന് ഞാൻ ഈശോയോട് എപ്പോഴും പ്രാർത്ഥിക്കും. മോളെ, ശുദ്ധത എന്ന പുണ്യത്തിനെതിരായ ചിന്തകൾ പോലും പാപമാണ്. പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി വളരെ തീഷ്ണതയുള്ളതായിരിക്കണം. അമ്മ ഇതെല്ലാം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ. ശരീരം വിശുദ്ധമായ ആലയമാണെന്നും ഈശോയുടെ വാസസ്ഥലമാണെന്നും ശരീരത്തെ വളരെ വിശുദ്ധമായി പരിപാലിക്കണമെന്നും എനിക്കറിയാം അമ്മേ. മോളുടെയും ആഞ്ചലോടെയും പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിനുള്ള ഉടുപ്പുകൾ തയ്ച്ചിട്ടുണ്ടാവും. ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. എൻ്റെ ഈശോയെ, അങ്ങേ എൻ്റെ ജീവനേക്കാൾ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ദൗത്യം വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ വിളി കേട്ട് ദൗത്യത്തോടെ പൂർണ്ണ വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ദിവ്യ ഈശോയെ സ്വീകരിച്ച മരിയ കുര്യത്തിയിൽ ദൈവീക ചൈതന്യം നിറഞ്ഞു. പക്വതയും അച്ചടക്കവും മുമ്പില്ലാത്ത അത്ര അളവിൽ കാണപ്പെട്ടു. തൻ്റെ പ്രിയപ്പെട്ട യേശു തന്നിലുണ്ട്. ഒരു കാരണവശാലും ആ നിധി തന്നിൽ നിന്നും നഷ്ടമാകരുത്. അതിനുള്ള കൃപാവരത്തിനായി എപ്പോഴും മരിയ പ്രാർത്ഥിച്ചു. ഒഴിവ് സമയങ്ങളിലും ജോലികൾക്കിടയിലും നിരന്തരമായ പ്രാർത്ഥന തുടർന്നു.
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവേ, ക്രൂശിലേറ്റുന്നതിന് മുമ്പ് അങ്ങ് എന്തുമാത്രം അപമാനവും പരിഹാസവും വേദനയും അങ്ങ് സഹിച്ചു. അങ്ങയുടെ സഹനം എനിക്ക് വളരെ കരുത്തേകുന്നു. എന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അലക്സാണ്ടറിൽ നിന്ന് എന്നെ രക്ഷിക്കണം. കഴിഞ്ഞ ദിവസം കഷ്ടിച്ച് അവന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട ഞാൻ വളരെ ഭയത്തോടു കൂടിയാണ് കഴിയുന്നതെന്ന് അങ്ങേക്കറിയാലോ. അലക്സാണ്ടർക്ക് നല്ല ബുദ്ധി തോന്നിക്കണമേ. പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ, കർത്താവ് നിനക്ക് സംരക്ഷണം തരുന്നത് ഞാനൊന്ന് കാണട്ടെ. എന്റെ ഇഷ്ടത്തിന് വഴങ്ങിയില്ലെങ്കിൽ കൊല്ലും ഞാൻ. എന്റെ ഉറക്കം കെടുത്തുന്ന ഈ സൗന്ദര്യം എന്നെ മത്തു പിടിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം തിരിച്ചു പോയതുപോലെ പോകുമെന്ന് നീ കരുതണ്ട. നിന്റെ കൈകൊണ്ട് മരിക്കേണ്ടി വന്നാലും ഞാൻ പാപം ചെയ്യുകയില്ല. പുറത്തു പോ. അമ്മേ, അമ്മേ, ആഞ്ചലോ, ആഞ്ചലോ, അമ്മേ, 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 അമ്മേ. ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. എനിക്ക് സ്വന്തമാകാത്ത ഈ സൗന്ദര്യം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അലക്സാണ്ടർ, നീ എന്തിനത് ചെയ്തു? അലക്സാണ്ടർ എന്റെ യേശുവേ, എനിക്ക് വേദന സഹിക്കാമേ. ഈശോയെ, അമ്മേ, മോളെ മരിയേ, എന്റെ കുഞ്ഞാറ്റേ, എന്റെ മരിയ മോളെ, മോളെ, എന്റെ മോളെ, മോളെ, മോളെ. അയ്യോ കുഞ്ഞാറ്റെ, എന്റെ കുഞ്ഞാറ്റെ, ആരാണ് ഈ കുടുംബാംഗം ചെയ്തത്? നിന്നോട് ഇങ്ങനെ ചെയ്യാൻ ആർക്കു കഴിഞ്ഞു? കുഞ്ഞാറ്റെ, കുഞ്ഞാറ്റെ, കണ്ണു തുറക്കുമോളെ, കണ്ണു തുറക്കുമോളെ,
കണ്ണു തുറക്കും മോളെ. കുഞ്ഞാറ്റെ, കുഞ്ഞാറ്റെ. അസുന്ദ, അസുന്ദേ, അസുന്ദ. മോളെ, മോളെ, എന്റെ പൊന്നു മോളെ മരിയ. മോളെ, മോളെ മരിയ. ഈശോയെ, എന്റെ മോൾക്ക് എന്താണ് സംഭവിച്ചത്? നിന്നോടിത് ചെയ്യാൻ ആർക്കാണ് തോന്നിയത്? മരിയ, കണ്ണു തുറക്കു മോളെ, കണ്ണു തുറക്കൂ മരിയ. എന്റെ മോള് കണ്ണു തുറന്നു. അവൾക്കൊന്നുമില്ല, ഒന്നുമില്ല. അമ്മേ, അമ്മേ, ശരീരമാകെ വേദനിക്കുന്നു അമ്മേ. നിനക്ക് എന്ത് പറ്റി മോളെ? ആരാണിത് ചെയ്തത്? അലക്സാണ്ടർ എന്നെ അവൻ എന്നോട് പാപം ചെയ്യാൻ നിർബന്ധിച്ചു. ഞാൻ സമ്മതിച്ചില്ല. ചാവുദോഷം ചെയ്താൽ എന്റെ ഉള്ളിലെ ഈശോ ഇറങ്ങിപ്പോകും. എനിക്ക് ആ ക്രൂശിത രൂപത്തെ ഒന്ന് എടുത്തു തരാമോ? എന്റെ ഈശോയെ, എനിക്ക് വേദന സഹിക്കാൻ വയ്യ. നിങ്ങൾ എന്തിനാണ് കഴിയുന്നത്? ഈ ചേച്ചിക്ക് ഒന്നുമില്ല. എന്റെ ജ്യേഷ്ഠൻ ആഞ്ജലിയെ കരയുകയാണ്. കരയണ്ട. ക്രിസ്തുനാഥൻ അനുഭവിച്ച പീഡാസഹനത്തിന്റെ ഒരംശം പോലുമില്ല എന്റെ ഈ വേദന. അമ്മേ, മോളെ, അങ്കിൾ, അച്ഛനോ, ഈശോയുടെ സ്നേഹത്തെ പ്രതി അലക്സാണ്ടറിനോട് ഞാൻ ക്ഷമിക്കുന്നു. അവന് പശ്ചാത്താപമുണ്ടായി. നല്ല മനുഷ്യനാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഞാൻ മാതാവിന്റെ അടുത്ത് പോവുകയാണ് മോളെ. അനവധി മാലാഖമാരും അപ്പനും എന്നെ സ്വീകരിക്കാൻ വന്നിരിക്കുന്നു. അമ്മയും സഹോദരങ്ങളെ നല്ലവണ്ണം നോക്കണം. ഈശോയെ, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. മോളെ, കുഞ്ഞാറ്റെ, 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 മോളെ.
ഞാൻ കൊടുംപാവി കാമഭ്രാന്തനായ കൊലയാളി. നിഷ്കളങ്കയായ മറിയാത്തെ ഞാൻ കൊന്നു. മഞ്ഞുപോലെ വിശുദ്ധയായ അവളുടെ വിശുദ്ധിയെ സംരക്ഷിക്കാൻ വേണ്ടി എന്നോട് പൊരുതി. ഈ കൈകൾ കൊണ്ട് ഞാൻ കുത്തിക്കൊന്നു. ആ പിഞ്ചു ശരീരത്തിൽ 14 പ്രാവശ്യം കുത്തി. ഞാൻ പാപം ചെയ്തു. കർത്താവേ, ക്ഷമിക്കാൻ പറ്റാത്ത അപരാധം. ഞാൻ മാപ്പർഹിക്കുന്നില്ല. എനിക്ക് മാപ്പില്ല. അസുന്ദമേ, മഹാപാപിയായ എന്നെ കാണാൻ വന്ന അങ്ങയുടെ വലിയ മനസ്സു ഞാൻ മനസ്സിലാക്കുന്നമ്മേ. നീണ്ട 30 വർഷക്കാലം ഈ ഇരുട്ടറയിൽ കിടന്ന് ഞാൻ എന്തൊരുകുകയാണമ്മേ. എനിക്ക് മാപ്പ് തന്നുവെന്ന് ഒരു വാക്കിനു വേണ്ടി എന്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. മോനെ, എന്റെ മകൾ മരിയ മരിക്കുന്നതിന് മുമ്പേ അവളോട് നീ കാണിച്ച ക്രൂരതയ്ക്ക് മാപ്പ് തന്നു. ആ നിമിഷം ഞാനും നിന്നോട് ക്ഷമിച്ചു കഴിഞ്ഞു. അമ്മയുടെ വാക്കുകൾ എനിക്ക് ആശ്വാസം തരുന്നു. എനിക്ക് ഒരു വൈദികനോട് കുമ്പസാരിക്കണം. ഞാൻ ചെയ്ത പാപങ്ങൾ ഏറ്റുപറയണം. എന്റെ ഈശോയെ എനിക്ക് സ്വീകരിക്കണം. നിന്റെ ആഗ്രഹം പോലെ തന്നെ ആകട്ടെ. നിന്നെ കാണാൻ വന്ന ഒരു വൈദികനിൽ നിന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ നീ ജയിൽ മോചിതനാകുമെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ കാണാൻ സാധിച്ചില്ലെങ്കിലോ അതാ ഈ 80-ാം വയസ്സിലും ഇത്രയും ദൂരെ നിന്നും നിന്നെ കാണാൻ ഞാൻ വന്നത്. നിനക്ക് നല്ലത് വരട്ടെ.